ശ്രീമദ് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളമാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓം തത്സത്. ഭവാൻ ഭവക്ലേശ വിനാശകാരി ഭവാൻ ഭുജംഗാധിപതകൽപശായി ഭവാനശേഷാനകം അഗമ്യരൂപൻ ഭവാൻ പ്രസാദിച്ചരുളേണമെന്നിൽ. ഇത്തം പിതാവും ജനയിത്രിദാനം ബന്ധപ്രമോദം സ്തുതി ചെയ്ത നേരം മുഗ്ധസ്മിതസ്നിഗ്ധകടാക്ഷമോടെ നിഗ്ധന്തസാര ഭഗവാനുജേ. ഏതാദഹേ മാതരനന്ദഭാഗ്യവും ചേതോ വിഷാദാദികടിഞ്ഞുകൊള്ളിൻ പീതാംബരൻ ഞാൻ ഭവത സ്വഭാവായി നിദാശയത്വേന വരം തരുന്നേ. അതീത ജന്മങ്ങളിൽ നിങ്ങൾ ചെയ്തോരതീവ പുണ്യക്രിയ കൊണ്ടിതാനേ നിരീക്ഷമാമക പൂർണ്ണരൂപം നിതാന്തമാലോകന പാത്രമായി. ഭഗവാനെന്നെ വഹിക്ക വേണം മൂഢൻ വേണം എന്നെ ഭവാൻ നന്ദഗിരിയെ കിടത്തി കന്യാവിനെ നീലാംബുദശ്യാമളനേവ മുക്ത്വാ ബാലാനുരൂപം നിജരൂപമാക്കി കാലും കുടഞ്ഞങ്ങു കഴിഞ്ഞനേകം ലീലാവിലാസേന ശയിച്ചു ദേവൻ. കരത്തിലാക്കി കൈവോടുമാലം തിരിച്ചു മന്ദം വസുദേവനപ്പോൾ പരക്കവേ തിങ്ങിന കൂരിരുട്ടും നിരക്കവേ കാടുമതീവ ഘോരം. മുഴുങ്ങുമമ്പോദരമായി മുഴുങ്ങി വീഴുന്ന മരങ്ങളോടും അഴിഞ്ഞു സേതുക്കളിഞ്ഞു വെള്ളം അഴിഞ്ഞു വീഴുന്ന നാദങ്ങളോടും അഴിഞ്ഞു വീഴുന്ന നാദങ്ങളല്ല നദങ്ങൾ തന്നെയാണ്. അത്യന്ത ദുസ്സഞ്ചരമർദ്ധരാത്രവും തത്തൽ പ്രദേശം സുഖമേ കിടന്നാൽ സർപ്പാതിരാജൻ കടചക്രവാളം കെൽപ്പോടും പിമ്പേ കുടയായി പിടിച്ചാൻ. രജത്തിൽ ഉൾപ്പൊക്കു യശോദന്റെ ഭുജാന്തികെ ബാലകനെ കിടത്തി കുമാരിയെ പാളി തലേ ഗൃഹീത്വാ സമോദമ പുരുഷൻ ഇന്നു പോന്നാൻ. ഉണർന്നു മെല്ലെന്നു യശോദ താനും പുണർന്നുടൻ പുത്രനെ മന്ദമന്ദം അമന്ത സന്തോഷ സുധാസമുദ്രേ നിമഗ്നയായി വന്നിതു സുന്ദരാംഗി. ശൂരാത്മജൻ താനതതാം കുമാരി ഭാര്യാ സമീപം കുമയശ്ചകാര ആരോമല കന്യകയിക്കരഭ്യാം പരിഗ്രഹിച്ചാളത ദേവഗീസാ. നാരായണൻ തന്നുടെ ജന്മകാലി മാരാതെ വേർപെട്ടൊരു ശൃംഖലത്തെ യഥാപുരാ പാതകരേഷു ബദ്ധ്യ യഥാപുരന്തം പ്രതിമാർ വസിച്ചാൻ. കാലസ്വരം കേട്ടത് കിങ്കരന്മാർ നാലഞ്ചു പേർ കൂടി ജവേന ചെന്നാർ. ലീലാഗൃഹേ മേവിന കംസനോ കാലോചിതം വൃത്തമുണർത്തി നിന്മാർ. പൊന്നിയിടല സോദര കന്യകാമേ നന്നല്ലിടോ ശ്രീ വരമേവനും കേൾ. ഒന്നല്ല രണ്ടല്ല കുമാരഷഡ്ഗം പൊന്നിയിലെയോ നിഷ്കരുണാശയാനി. എന്നീ പ്രകാരം ഭഗിനി വിലാപം നിന്നിച്ചു തന്നന്തിനിയെ ഗ്രഹിച്ചാൻ. പാതേ പിടിച്ചാച്ചു ശിലാതലാന്തേ മോദേന താടിപ്പതിനും തുടർന്നാൻ. കൽപ്പേറുമ കന്യക തൽക്കരാഗ്ര ഉൽപ്പത്തി നിന്നാളത് നരേന്ദ്രദേശേ അല്പേതര പ്രാഭവശോഭയോടെ കൽപ്പന്ത സൂര്യപ്രതിമ പ്രകാശം. ശ്രീ മഹാദേവി നമ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. നാലട്ടു തൃക്കൈകൾ ഉജ്ജ്വലിക്കും ശൂലാദിനാനായുധഭാസമാന മൂർത്യാമനോജ്ഞ നിസേവ്യമാന കാത്യായനി കംസമിതം പ്രഭാഷേ. ഹരേതുരാചാര നൃശംസകംസ പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു. തവാന്തകൻ ഭൂമി തലേ ജനിച്ചു ജവേന സർവത്ര തിരഞ്ഞുകൊള്ളുക.
ഇത്തം പറഞ്ഞാശു മറഞ്ഞു ദേവി ബുദ്ധിക്ഷയം പൂണ്ടു ഗമിച്ചു കംസൻ ദത്വാനികേതം വസുദേവനോടും സദ്ധാരിയാം ദേവകിയോടും അഹോ മഹാഭാവി മഹാശരം ഞാൻ സഹോദരീ പുത്രവതേന നൂനം സഹായമയ്യോ മമ നാസ്തി ലോകേ മഹാഭയം മേലിൽ വരും ദശായ. ജനിക്കുമന്നുടനെ മരിക്കും മുനിക്കുമുള്ളൊന്നു ശരീരനാശം എനിക്കും അന്തൽ ഭയമുണ്ടിരാനേ എനിക്കു മാർഗങ്ങളഹം വെടിഞ്ഞേ. ഒരിക്കലീ ദേവകി നന്ദനന്മാർ മരിക്ക കൊണ്ടത്തൻ നിനക്കു വേണ്ട ഒരിക്കലുണ്ടേ അവനും ആത്മനാശം ഒരിക്കലും ദേവനും ആത്മനാശം ഒരിക്കലുണ്ട് ഏവനും ആത്മനാശം. ജലത്തിലെ പോളകൾ എന്ന പോലെ ജലം മനുഷ്യർക്ക് ശരീരബന്ധം കുലം ബലം പുത്ര കളത്രജാലം ബലം പരാമൃത്യു വരും ദശായ. ജനങ്ങൾ ഇത്യാദി സാന്ത്വങ്ങൾ പറഞ്ഞു കംസൻ പ്രഖ്യാപിനീതാകൃതി വീരവീരൻ വാദേതയോ ശൃംഖല വേർപെടുത്താൻ അന്നേരമമ്പാടിയിൽ അമ്പമോടെ നന്ദാദി ഗോപാലവൃന്ദമെല്ലാം മന്ദീതരം പ്രീതി കലർന്നു ധാരം നന്ദാത്മജാലോകമനന്യഭൂവൻ. കർവണ്ടെഴും ഏകസമാനവർണ്ണി വകുന്തളം വണ്ടിനമിണ്ട നൽകും ആകർണലംബം ബലകണ്ഠ നേരം ലോകങ്ങളാനന്ദവശങ്ങളായി. മുഖം ശരചന്ദ്ര മനോവിരാമം സുഖം വിശാലന്ദ ഭുജാന്തരാളം നഗാതി ചൂടാവതി ബാലരൂപം സുഖാവലോകം സുഖരാം തിളങ്ങി. അനന്തതുല്യാകൃതി കണ്ട നേരം മനം മറന്നാശു യശോദാനം സ്ഥനം കൊടുത്താശു കരേ ഗൃഹീത്വാ ജനങ്ങൾ കാൺമാനവൾ തം പ്രകാശേ. ചൂട് അക്ഷരത്തിൽ വായിച്ചു കുളിച്ചുടൻ ചെയ്തിതു ജാതകർമ്മം ഗളിച്ച ജനത്തെയെല്ലാം വിളിച്ചു കാട്ടി തനയാനരാജ്യം അലങ്കരിച്ചു നിജഗേഹമെല്ലാം കുലാന്തനാസങ്കുലമായ പ്രദേശം അലക്തകം ചന്ദനമിന്ദുചൂർണം ഫലങ്ങൾ പുഷ്പങ്ങളും ഉച്ചയിച്ചു. വിളക്കു വെച്ചു മണിഭിത്തി തോറും വിളക്കമുള്ള ആഭരണങ്ങൾ തൂക്കി കുളിർക്കവേ കുങ്കുമ പങ്കതോയം തളിച്ചു രാജാങ്കൾ പീതി തോറും. അഞ്ചാറു നാളിങ്ങനെ നന്ദഗോപരഞ്ചാതെ കണ്ടാത്മഗൃഹേ വസിച്ചു സഞ്ചിന്ത കംസായ കരം കൊടുക്കാൻ കിഞ്ചിൽ പുനഃചഞ്ചലതി പ്രസ്ഥലേ. ഗോപൈ സമേതം മധുരാപുരത്തെ പ്രാപിച്ചു കംസന്നത കോഴ നൽകി പോരുന്ന നേരം വസുദേവനെ കണ്ടാരൂഢമോദം ചിരമത്രവാണാൻ. നിറഞ്ഞ സന്തോഷവരാത്മാ പറഞ്ഞു രാജൻ വസുദേവനേവം എടോ സഖേ വിശ്വഭവിക്കുനിങ്കിൽ കടാക്ഷമുണ്ടായത് ഭാഗ്യരാശേ പുത്രാനിനം കണ്ടു സുഖിച്ചിരിപ്പാൻ അത്രാവകാശം നവജാതമായി. മദീയപുത്രൻ ബദരോഹിണീയൻ ത്വദീയ ഗേഹേ മരുന്നതല്ലി തദീയ മാതാവിനും ആത്മജന്യം ത്വദീയ കാരുണ്യമരാശ്രയം കേൾ. ചെവിക്ക നീ കിഞ്ചന വർത്തമാനം ചെവിക്കു ശല്യത്തിനു തുല്യമല്ലോ കരുത്യയും പൂതന എന്ന പേരാൽ ഒരുത്യപോൽ ബാലവധം തുടങ്ങി. ക്ഷമിക്കലീ സത്വരമാത്മദേഹേ ക്ഷമിച്ചിരുന്നാതിനർത്ഥമുണ്ടാം അമിത്രവൃന്ദം മുതിരുന്ന കാലം രമിക്കുമോ രമിക്കുമോ കുത്രചിദന്തരംഗം ഇത്യാദിസാരം വസുദേവവാക്യം ശ്രുത്വാഭയം പൂണ്ടനന്ദഗോപൻ ദുരന്തചിന്താ വിവശാന്തരാത്മാ പുരം പ്രവേശിച്ചതു വിഷ്ണുഭക്ത്യാ. ഒക്കെ പ്രചോദന തൽപരന്മാർ
ധരിച്ചാൾ മനോജ്ഞാകൃതി പൂന്തുരുന്നാൾ മുരാരിമേവും ഭവനം പ്രഭേദേ. പടുത്തമേറുന്നവൾ വന്നു മോതാൻ എടുത്തു ഗോവിന്ദനെ മന്ദമന്ദം കൊടുത്തു കൊഞ്ചി കുജകുംഭമപ്പോൾ അടുത്തുകൂടി പരജീവനാശം തടിച്ച കൽക്കൊങ്ക പിടിച്ചു ബാലൻ കുടിച്ചു കൽപ്പാണകനീരസാഗം ഇടിക്കു തുല്യേന രവേന ലോകം നടുക്കി വീണാളവളുങ്കരായ പാറപ്പുറം പോലെ വിശാലമസ്യ മാറത്തു ഗോപാല ബാലനപ്പോൾ കാറുത്തവർണ്ണൻ കരവും കുടഞ്ഞ് ഏറെ തെളിഞ്ഞാസു കളിച്ചു മീവി ഗോപീജനം ദേവി യശോദതാനും കാവേന മോദേന ച വിസ്മയേന ഗോപാലനെ ചെന്നു കരേധരിച്ചാൾ ആപാദചൂടം ദർശാതുണർന്നാൾ കടോരം മഹൽപുത്രഗാത്രഭാരൻ കുഠാരേണ ഗന്ധിച്ചു ഗോപാലകന്മാർ മഹാക്രോധരിപ്പിച്ചു നിശേഷമപ്പോൾ മഹാസൗരഭം തത്ര സംഭൂതമായി മഹാപാപശാന്ത്യാ മഹാസുന്ദരീസ മഹാനന്ദലോകം പ്രവേശിച്ചു വാണാൾ അഹോ ഭൂതനാമോക്ഷമേവം പഠിച്ചാൽ അഹോരാത്രമാനന്ദമേവം കരസ്ഥം മഹാപാപശാന്ത്യാ മഹാസുന്ദരീസ മഹാനന്ദലോകം പ്രവേശിച്ചു വാണാൾ അഹോ പുത്രനാമോക്ഷമേവം പഠിച്ചാൽ അഹോരാത്രമാനന്ദമേവം കരസ്ഥം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇതി ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം ദ്വിതീയ സർഗം സമാപ്തം. മതിയാ? ഒന്ന് മതിയാ? പക്ഷെ തീരൂല. നാളെ മറ്റന്നാൾ അധികം വായിക്കാം. ഇന്ന് പോന്ന ഗീത എന്നാലും ഗീതക്ക് മറ്റന്നാൾ കഴിയില്ലെങ്കിലും ഇവിടെ പോകണം. അതെയാ? അപ്പോൾ ഇന്ന് നിർത്തണം. ഇപ്പം ഇവിടെ നിർത്തുന്നതല്ല എല്ലാവർക്കും. നമുക്ക് ശനിയാഴ്ച ആകുമ്പോഴേക്ക് തീർക്കണം. മറ്റൊരു ദിവസം 2 എണ്ണം വായിക്കാം. അല്ല മണിയേച്ചിക്ക് തിരക്കുണ്ട്. ഉള്ള ദിവസം നേരുള്ള ദിവസം 2 3 വായിക്കാം. തിരക്കില്ലാത്ത ദിവസം 2 3 വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ. അയ്യോ